എടോ, തന്നോട് 100 വട്ടം പറഞ്ഞല്ലേ ചെക്ക് തരരുതെന്ന്. ആ ചെക്ക് ബൗൺസ് ആയി. അയ്യോ, ഞാൻ പറ്റിച്ചതല്ല. എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നേ. ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ചെക്ക് ഇപ്പൊ ബാങ്കിലോട്ട് വിടരുതെന്ന്. ദേ, എന്തായാലും ഞാൻ നാളെ ഉച്ചയ്ക്ക് കടയിലോട്ട് വരും. ബില്ല് ക്ലിയർ ചെയ്തില്ലെങ്കിലേ താൻ എൻ്റെ തനി കുണം അറിയും. ഇനി ബില്ല് ക്ലിയർ ചെയ്യാതെ ഒരു സാധനം ഞാൻ തരത്തില്ല കേട്ടോ. കാശ് കൊടുക്കാനുള്ളതായിരിക്കും അല്ലേ? എന്നാ ഒരു ദിവസമാടേ. ഫോട്ടോ എന്ന് പറഞ്ഞ സാധനമില്ല, ഒരുമാതിരി തല മരയ്ക്കുക. ഇവിടെ എല്ലാ മേഖലയും ഇത് തന്നെയാണ്. ഞാൻ തന്നെ രാവിലെ വന്ന് ഈ ഷട്ടറും ബുക്ക് ചെയ്ത് ഈ കടയും തുറന്ന് ചുമ്മാ ഇരിക്കുക. ഇത് തന്നെ ഇപ്പൊ അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലാണ്. ഹലോ ഹലോ, ആ മനോജേ, ഷായ് സാറാടാ. ആ ഷായ് സാറേ, പറ. എടാ, നിന്നെ കണ്ട് ഒത്തിരി നാളായല്ലോ, ഒരു വിവരമില്ലല്ലോ എന്നെ കുറിച്ച്. ഞാനിവിടെയൊക്കെ ഉണ്ട് സാറേ. നിങ്ങളുടെ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ആ കഴിഞ്ഞടാ, ഭയങ്കര തിരക്കായിരുന്നു. എറണാകുളത്തൊക്കെ ആയിരുന്നു സാധനം എടുത്തേ, അതിന്റെ ഓരോ ഓട്ടത്തിലൊക്കെ ആയിരുന്നു. ആ, അറിഞ്ഞു. എടാ, ഞാനിപ്പോൾ നിന്നെ വിളിച്ചതേ അർജന്റായിട്ട് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്നാ സാറേ, കാര്യം പറഞ്ഞോ. പിന്നെ നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ പണിയെല്ലാം പൂർത്തിയായി. പക്ഷെ പഞ്ചായത്ത് നമ്പർ കിട്ടുന്ന ഒരു ഇടപാടുണ്ട്. ഈ ഡ്രെയിനേജ് പൈപ്പ് മഴവെള്ള സംഭരണിലേക്ക് ഇട്ട് കൊടുക്കണം. ആ, അതുള്ളതാ. അതുകൊണ്ട് നീ അത്യാവശ്യമായിട്ട് 2 റേഞ്ചിന് 2 പൈപ്പും അതിന്റെ കുറേ ഫിറ്റിങ്സും നീയും ചെല്ലണം. അവിടെ 4 മണിയാകുമ്പോഴത്തേന് അവർ വരുന്ന പഞ്ചായത്തിന്റെ ആൾക്കാർ. നമ്മൾ പറയില്ലേ സാറേ, സാധനമൊക്കെ ഞാൻ കയറ്റി വിടാം, പക്ഷെ പണിയാൻ ഞാൻ പോവല്ലോ കേട്ടോ. അയ്യോ അടാ, അങ്ങനെ പറയല്ലേ. അത്യാവശ്യമാടാ, പഞ്ചായത്തുകാരിൽ എപ്പോഴും കിട്ടത്തില്ല. നീ പോയിരിക്കരുത്. ഞാൻ ഈ സ്ഥലത്തുമില്ല, അതുകൊണ്ടാ. ഓക്കെ, ഞാൻ വെക്കുവാ. ഹലോ സാറേ. ഓ, കട്ട് ചെയ്തു. എന്തൊരവസ്ഥയാണോ. ആരാടേ? എന്നതാ? നമുക്ക് വല്ല ഓട്ടം തടയുന്ന കേസാണോ? ഒന്നും പറയണ്ടാവേ, വലിയൊരു ബിൽഡറാ. കട്ടറൊക്കെ പണിതൊക്കെ വിൽപ്പന. അതിനിപ്പോ എന്നാടേ? നിനക്കൊരു പണിയായി, കട ഒരു കച്ചവടമായി, എനിക്കൊരു ഓട്ടമായി. ഇവയെ സെറ്റാക്ക്. വള്ളി കേസാ. പള്ളിയോ? അതെന്നാ പള്ളി? എടാ, കാര്യം ശരിയാ. പുള്ളി വലിയ ബിൽഡറുവാ, നമ്മുടെ ഈ നാട്ടുകാരനോ. പുള്ളി നിനക്കറിയാലോ എത്ര വീട് പണിത് വിറ്റു. എന്നിട്ട് അതിൽ നിന്നൊരു സാധനം, നമ്മുടെ അവിടെ നിന്ന് ഒരു സ്ക്രൂ പുള്ളി വാങ്ങിച്ചില്ല. നിനക്കറിയോ? ഇപ്പം ആര് സഹായത്തിനില്ലാത്തപ്പം നമ്മൾ വേണം. എത്ര ദൂരം പോയിട്ടാണെങ്കിലും വലിയ വലിയ ഷോപ്പുകളിൽ പോയി പുള്ളി എടുക്കത്തുള്ളൂ. പണിയാനും സ്ഥിരം ആൾക്കാരാ. എന്നാ പിന്നെ പുള്ളിയോട് സ്ഥിരമായിട്ട് വിളിക്കുന്നതിനെ തന്നെ വിളിച്ചങ്ങ് ഉണ്ടാക്കാൻ പറ. എടാ, അതിപ്പോ പറ്റിയല്ലെന്ന്. പുള്ളി തിരക്കിലാ പോലും. ഇങ്ങനെ ഊടായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വേണം. പോയി പണി നോക്കാൻ പറയടേ. എടാ, ഇപ്പൊ പെട്ടെന്ന് ആവശ്യം വന്നപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ച. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. 10,000-1500 രൂപയുടെ കേസേ ഉള്ളൂ. ഇത്രയും കേസേ ഉള്ളൂ? എന്നാ ചെയ്യാനടി, ഇവിടെ ഇപ്പൊ അഭിമാനം നോക്കിയിരുന്നാവല്ലോ നമ്മുടെ അരിപ്രശ്നം നടക്കുമോ? അതും ശരിയാ, എല്ലാം നടക്കണ്ടേ. എന്നാ നീ വാ, വണ്ടി എടുത്ത് സാധനം കയറ്റിപ്പോ.